പ്രിയമുള്ള പ്രേക്ഷകർ, ജ്യോതിഷത്തിൽ ഒരു യോഗം നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ആ യോഗത്തിന് നാം നിപുണയോഗമെന്ന് പറയുന്നു. ഈ യോഗമുണ്ടാക്കുന്ന ദിഗ്രഹ യോഗം, ഈ ദിഗ്രഹങ്ങൾ സൂര്യനും ബുധനുമാകുന്നു. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം എന്നാണ് ആ യോഗത്തിൻ്റെ അർത്ഥം. ബുധേന നിപുണം സാമർഥ്യം പ്രകടിപ്പിക്കുന്നു, അതാണ് നൈപുണ്യം. ധീകീർത്തി സൗഖ്യാനിതം, അതിലൂടെ ബുദ്ധിയും കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകുന്നു, ധനവും ഉണ്ടാകുന്നു എന്ന് സാരം. ഈ നിപുണയോഗം മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ യോഗം ഫെബ്രുവരി 12 വരെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നിങ്ങൾ വിലയിരുത്തണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. ഉത്സാഹി ലഭതേ കാര്യമെന്നാണ്. ഉത്സാഹിയാണ് കാര്യങ്ങൾ നേടുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ജ്യോതിഷത്തിൽ ബുധൻ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. ബുധ പലതസ്തു സർവ്വത, ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. അതെപ്രകാരമാണെന്ന് നമുക്ക് 12 രാശിക്കാരനും നമുക്ക് ചിന്തിക്കാം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാർക്ക് നിപുണയോഗം കൊണ്ടുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ഈ നിപുണയോഗം പ്രായണ വളരെ ഗുണകരമായി വരും. കർക്കിടക രാശിക്കാർക്ക് ബുധനും സൂര്യനും തമ്മിലുള്ള യോഗം 7ാം ഭാവത്തിലാണ്. അവിടെ സൂര്യൻ മാത്രമാണെങ്കിൽ അത് വളരെ പ്രതികൂലമാകുമായിരുന്നു. അവിടെ ബുധൻ്റെ യോഗം ഈ നിപുണ യോഗത്തിന് വളരെ നന്നായി വരും. പലപ്പോഴും യാത്രാ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടിയ പ്രേക്ഷകർക്ക്, കർക്കിടകൻ രാശിക്കാർക്ക് യാത്രയിൽ പലപ്പോഴും അനുകൂലമായ സ്ഥിതിവിഷയങ്ങളാകാം. പുതിയ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം, വാഹനങ്ങൾ വാങ്ങാം. കാരണം 9ാം ഭാവത്തിൽ ബലവാനായി ശുക്രനുമുണ്ട്. അതിനാൽ പലപ്പോഴും വാഹനങ്ങൾ, ആഡംബരങ്ങൾ, വിവാഹ തീരുമാനങ്ങൾ, അതിനുവേണ്ടിയുള്ള യാത്രകൾ, ഇതൊക്കെ തന്നെ കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം ഗുണകരമാണ്. വിദേശത്തുള്ള സുഹൃത്തിലൂടെ തനിക്ക് നല്ല അവസരങ്ങൾ വരും. സൗഹൃദത്തെപ്പറ്റി ചിന്തിക്കുന്ന ഗ്രഹം ശുക്രൻ 4ാം ഭാവാധിപൻ ഉച്ചസ്ഥനാണ്. അതിനാൽ പലപ്പോഴും നല്ല സ്ത്രീ സൗഹൃദങ്ങൾ, ഗേൾ ഫ്രണ്ട്സ്, ഇതൊക്കെ വന്ന് തങ്ങളുടെ ലൈഫ് കുറേ കൂടി ശോഭനമാക്കാൻ നിപുണയോഗം സഹായകരമാണ്. ദാമ്പത്യത്തിനും അപ്പുറത്ത്, ഭാര്യാസുഖത്തിനും അപ്പുറത്ത് പലപ്പോഴും നല്ല സുഹൃത്തുക്കൾ, നല്ല സ്ത്രീ സുഹൃത്തുക്കൾ, ഇവർക്ക് വന്ന് തൻ്റെ ജീവിതത്തെ ഒരു പ്രകാശവത്താക്കാൻ ഈ ഒരു യോഗം, നിപുണയോഗം കർക്കിടക രാശിക്കാരെ സഹായിക്കും. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് നിപുണയോഗം ചെയ്ത് സൂര്യനും ബുധനും കൂടി നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. അതത്ര ശുഭമല്ല. വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ വാക്കും കാശും തനിക്ക് നഷ്ടപ്പെടുന്ന സമയമാണ്. വാക്കെങ്ങനെ നാശമാകുന്നു? അനാവശ്യമായ തനിക്ക് പറ്റാത്ത ഒരു പ്രോമിസുമാർക്കും നൽകരുത്. അങ്ങനെ പ്രോമിസ് നൽകിയാൽ അതിലൂടെ തനിക്ക് ബുദ്ധിമുട്ടാവും. മധ്യസ്ഥത വഹിക്കാനേ പാടില്ല. ഫെബ്രുവരി 12 വരെ ചിങ്ങൻ രാശിക്കാർ. ധനം നശിക്കും, രേഖകൾ നശിക്കും, ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടും. അപ്രകാരം തന്നെ ധന വിഷയത്തിൽ ധാരാളം ശത്രുക്കളുണ്ടാകും. തനിക്ക് ലഭിക്കേണ്ടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന അവകാശപ്പെട്ട കാര്യങ്ങൾ അത് വാങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ചർച്ച നടത്തുമ്പോഴോ തനിക്ക് പ്രാമാണ്യം നഷ്ടപ്പെടും. അതിനാൽ വളരെ ശ്രദ്ധിക്കണം ചിങ്ങൻ രാശിക്കാർ. ഈ ബുധൻ്റെ യോഗം അത്ര ഗുണമല്ല. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യദീനാം ച രോധോനിലാനാം. വായു സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ തനിക്ക് തടസ്സം നിൽക്കും, ജനങ്ങളുമായി വിരോധമുണ്ടാക്കും. അതിനാൽ ഞാൻ സൂചിപ്പിച്ചു, ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ബലാത്കാരേണ കാശുണ്ടാക്കാൻ താൻ ശ്രമിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും സന്മാർഗത്തിലൂടെയല്ല, അതല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും അന്യരുടെ മുതൽ തട്ടിപ്പറിക്കുവാനോ അല്ലെങ്കിൽ അനർഹമായ ധനം സമ്പാദിക്കുവാനോ ഒരു വ്യഗ്രത കാണിക്കും. അതിൽ വിജയിക്കണമെന്നുമില്ല. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു വാരത്ത് നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര വഴിപാടായി ചെയ്യുക. അപ്രകാരം തന്നെ ബുധന് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസ വഴിപാടായി സമർപ്പിക്കുക. വെണ്ണ നിവേദ്യം സമർപ്പിച്ച് അത് കഴിക്കുക. വളരെയധികം മനസ്സിന് ശാന്തി വരട്ടെ. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്യരാശിക്കാരുടെ നിപുണയോഗത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. കന്യരാശിക്കാർക്ക് ഈ ഫെബ്രുവരി 12 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. കൺസൾട്ടൻസ്, അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, സൂക്ഷ്മമായ ബുദ്ധി പ്രയോജനപ്പെടുത്തേണ്ട വ്യക്തികൾ, വക്കീലന്മാർ, ആ രീതിയിൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടുകൾ, ഇവർക്കൊക്കെ തന്നെ ഈ ഒരു നിപുണയോഗം വളരെ ഗുണകരമാണ്. കർമ്മമേഖലയിൽ വളരെ അനുകൂലമാണ്. അപ്രകാരം തന്നെ
സന്താന വിഷയത്തിൽ ആദ്യ സന്താനം അല്ലെങ്കിൽ ഗർഭിണികൾ അബോർഷൻ മുതലായ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന അവസ്ഥയാണ്. ഗർഭിണികൾ വളരെ ശ്രദ്ധിക്കുക. നിർബന്ധമായും തങ്ങൾ ഗർഭിണികളാണെങ്കിൽ 8 മാസങ്ങൾക്ക് മുമ്പേ ആണെങ്കിൽ വെണ്ണ നിവേദ്യം നന്നായി വഴിപാടായി കൃഷ്ണക്ഷേത്രത്തിൽ കഴിക്കുക. എന്നിട്ട് തനിക്കത് പ്രസാദമായി കഴിക്കാവുന്നതാണ്. പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഫെബ്രുവരി 12 വരെയുള്ള സമയത്ത് പൂച്ച ദീർഘായുസ്സാണ്. പലപ്പോഴും ഈ പൂച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ആയുസ് കുട്ടികൾക്കൊക്കെ തിരിച്ചു കിട്ടുമെന്നൊരു വലിയ ഗുണമുണ്ട്. പലപ്പോഴും മറ്റ് മൃഗങ്ങളെ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അവയെ സേവിക്കുക, ഈ സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങളോ ദോഷങ്ങളോ അരിഷ്ടതകളോ ഈ മൃഗങ്ങളോ പക്ഷികളോ മത്സ്യങ്ങളോ ഏറ്റെടുത്ത ധാരാളം കഥകൾ നമുക്കറിയാം. അതിനാൽ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാം. ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം, പാൽപ്പായസം, തുളസിമാല വഴിപാടായി ചെയ്യുക. തനിക്ക് കർമ്മമേഖല വളരെയധികം പ്രയോജനകരമായിരിക്കും. ഉപദേശിച്ച് കാശ് വാങ്ങും. അതിനാൽ ഉപദേശികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. അതൊരു നിപുണയോഗത്തിന് നല്ല പ്രസക്തിയുണ്ട് കന്നിരാശിക്കാർക്ക്. കാരണം ലഗ്നാധിപൻ 5-ൽ നിൽക്കുന്നു. 5-ൽ ബുധൻ വരുമ്പോൾ നല്ല ഫലമാണ്. ഭവേത്തസ്യ മേധ അർത്ഥസമ്പാദയത്രി, തനിക്ക് ധനം സമ്പാദിക്കുവാനുള്ള നല്ല ബുദ്ധിയുണ്ടാകും. അപ്പോൾ എങ്ങനെ ഹൗ ടു മേക്ക് മണി, ഹൗ ടു അക്യുമുലേറ്റിംഗ് വെൽത്ത്, അതിനെ സൂക്ഷ്മമായി ഉപദേശിക്കും നിപുണയോഗമുള്ള ഈ സൂര്യനും. അതാണ് നിപുണയോഗം. എങ്ങനെ കാശുണ്ടാക്കാം, അത് വളരെ ഗുണമാണ്. നിധാനം നിർവാത് വിക്രയാത് വാ ലഭന്തേ, തൻ്റെ ഉത്സാഹത്തിലൂടെ പബ്ലിക് റിലേഷൻസ് വർക്കിലൂടെ ധാരാളം ഗുണങ്ങൾ തനിക്ക് ലഭിക്കും. രാജാവ് തന്നെ അംഗീകരിക്കും. രാജാവ് മീൻസ് പ്രഭുവാണ്. വലിയ ധനികരുടെ പ്രശംസ തനിക്ക് ലഭിക്കും. പലർക്കും അപ്രാപ്യമായ മേഖലയിൽ പ്രവർത്തിക്കാം, എന്നിട്ട് സതുപദേശം നൽകി അത് കാശാക്കി മാറ്റാം ഈ നിപുണയോഗം. കിയത് വിദ്യതയെ കൈതവും സാഭിചാരം, ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്ത് കാശുണ്ടാക്കാം. അതിനാൽ മന്ത്രവാദികൾക്കും ജ്യോതിഷികൾക്കും വളരെ അനുകൂലമായ ഫലമാണ്. അവർ പറയുന്ന ഫലങ്ങളൊക്കെ ഫലിക്കുന്നു. മന്ത്രവാദികൾക്ക് ചെയ്യുന്ന കർമ്മം അന്യന് വളരെ ഏൽക്കുന്നു. ആഭിചാര കർമ്മങ്ങൾക്കൊക്കെ നല്ലതാണ് കന്നിരാശിക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി 12 വരെയുള്ള സമയം. നമസ്തേ.